لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും പ്രവാചകന്റെ സുന്നത്തുകൾ അനുധാവനം ചെയ്തുകൊണ്ടും ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വ്രതാനുഷ്ഠാനത്തിലൂടെ ചൈതന്യം നേടിയെടുത്ത് ഒരു മാസക്കാലം വ്രതമനുഷ്ഠിച്ച് രാത്രി നമസ്കാരങ്ങൾ നിർവഹിച്ച് ഖുർആന്റെ പാരായണം നടത്തി കഴിയുന്നത്ര സൂക്ഷ്മത പാലിച്ച് തഖ്വയുക്തമായ ജീവിതം കാഴ്ചവെച്ച് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങി ആത്മവിശുദ്ധി നേടി ഇലാഹി സ്മരണകളോട് കൂടെ നമ്മൾ ഇന്ന് ഈ സുദിനത്തിൽ ഈ പകൽ ഒന്നാമത്തെ സമയം അല്ലാഹുവിനെ ഓർക്കാൻ ആഘോഷിക്കാൻ അല്ലാഹു നമ്മൾക്ക് അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് റബ്ബ് നമ്മോട് ആവശ്യപ്പെട്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു നമ്മിൽ നമ്മുടെ നോമ്പിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ ഞങ്ങളെന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാകണം. മുൻകാലക്കാരായ സലഫുകളായ ആളുകൾ സ്വീകരിക്കപ്പെടുകയില്ലേ എന്നുള്ള ഭയമുണ്ടായിരുന്നു അവർക്ക്. നാളെ പരലോകത്ത് ഈ അമലുകൾ കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്ന് തിരിച്ചു വന്ന് രണ്ടാമതൊന്ന് ചെയ്ത് തിരിച്ചു പോകാനുള്ള ഒരു സമയം അള്ളാഹു നമ്മൾക്ക് നൽകുകയില്ല. ചില ആളുകളുണ്ട്, അവർ പണിപ്പെട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അള്ളാഹുവിന്റെ അടുക്കൽ അവരെത്തും. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയ, കർമ്മങ്ങൾ നശിച്ചു പോയ ആളുകളെ കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അല്ലദീന ളല്ല സഅയ്ഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ വിചാരിക്കുന്നു ഞങ്ങൾ നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്തതെന്ന്, പക്ഷേ അത് നല്ലതായിരിക്കില്ല, അല്ലെങ്കിൽ സ്വീകരിക്കപ്പെട്ടതായിരിക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ചില ആളുകൾ മുഖം കറുത്തുകൊണ്ട്, മുഖം താഴ്ത്തിക്കൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട് റബ്ബിങ്കലെത്തുന്ന ആളുകളുണ്ട്. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. പണിപ്പെട്ട് കഷ്ടപ്പെട്ട് അവർ അള്ളാഹുവിന്റെ അടുത്തെത്തി അവസാനം നരകക്കുണ്ടിലേക്ക് വീഴുന്നൊരവസ്ഥ ഇല്ലാതിരിക്കാൻ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നോമ്പിന്റെ എണ്ണം നമ്മൾ പൂർത്തിയാക്കി. അല്ലാഹു നമ്മൾക്ക് എളുപ്പം നൽകി. പ്രയാസം നമ്മൾക്ക് അല്ലാഹു തീരുമാനിച്ചിട്ടില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വലിതുക്മിലുൽ ഇദ്ദ. നിങ്ങൾക്ക് കണക്കാക്കിയ ദിവസത്തെ നിങ്ങൾ പൂർത്തിയാക്കുക. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ, നേർമാർഗം കാണിച്ചതിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
ഈ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ സകല ആരാധ്യരും മനസ്സിൽ നിന്ന് വലിച്ചെറിയണം. നമ്മൾ സകല ആരാധ്യരും മനസ്സിൽ നിന്ന് പോകണം. നമ്മുടേത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചതുപോലെ തിന്മകൾ വരുമ്പോ, ശിർക്കുകൾ വരുമ്പോ, ഇന്നാ ബുറാഉ മിൻകും, ഞാനില്ല നിങ്ങളുടെ കൂടെ, എനിക്കെന്റെ മതമുണ്ട് എന്ന് പറഞ്ഞ് ഇസ്ലാം പൂർണ്ണമായി പുൽകാൻ, ശിർക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ തയ്യാറാവണം. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ന ശിർക ലദുൽമുൻ അദീം, വലിയ പാപമാണത്. അത് പടച്ച റബ്ബ് പൊറുക്കാത്ത പാപമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിർ അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഒരിക്കലും പടച്ച റബ്ബ് ഇത് പൊറുക്കുകയില്ല. അതുകൊണ്ട് റബ്ബ് പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. ആരാധിക്കുന്നവർ എന്നോട് ആരാധിക്കട്ടെ, ഞാൻ അടുത്തുള്ളവനാണ്. വനഹ്നു അഖറബ് ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ടനാടിയേക്കാൾ അടുത്തുള്ളവനാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിനെ മാത്രം ആരാധിക്കാനാണ് നമ്മൾക്ക് കഴിയേണ്ടത്, സാധിക്കേണ്ടത്. ഈ തക്ബീറിലൂടെ അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഐക്യം ആദർശത്തിന്റെ മുഖമുദ്രയാണ്. അല്ലാഹു ഓർമ്മപ്പെടുത്തി, നിങ്ങൾ അല്ലാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിക്കുക. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തെ പാർശ്വത്തെ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. കാരണം എന്താണ്? അല്ലാഹു പറഞ്ഞു, ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബികും, നിങ്ങൾ ശത്രുക്കളായിരുന്നു, ചേർത്തിരുന്ന് നിന്നിരുന്നു നിങ്ങളെ ഫഅല്ലഫ ബൈന ഖുലൂബികും, നിങ്ങളുടെ മനസ്സിനെ ഞാൻ ഇണക്കി ചേർത്തു. അതുകൊണ്ട് വലാ തനാസഉ വതഫ്ശലു വതദ്ഹബ റീഹുകും ഫസ്ബിറു, നിങ്ങൾ ഭിന്നിക്കല്ലേ, ഒന്നിച്ചു നിൽക്ക്, ഒന്നിച്ചു നിൽക്ക്, ഒന്നിച്ചു നിൽക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. വഅല്ലഫ ബൈന ഖുലൂബികും ലൗ അൻഫഖത മാ ഫിൽ അർദി ജമീഅ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ദുനിയാവിലുള്ളത് മുഴുവൻ കൊടുത്തത് കൊണ്ട് നിനക്ക് ഒന്നിപ്പിക്കാൻ സാധിക്കില്ല മുഹമ്മദ്. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, അവരുടെ മനസ്സ്, ഹൃദയങ്ങൾ ഞാനാണ് ഒന്നിപ്പിച്ചത്. അതുകൊണ്ട് ഒരുമിച്ച് നിന്ന് മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി പടപൊരുതാൻ, ഒന്നിച്ചു നിൽക്കാൻ നമ്മൾ തയ്യാറാകണം. മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മുസ്ലിമീങ്ങളാകുക, പൂർണ്ണ മുസ്ലിമീങ്ങളാകുക. ഇല്ലെങ്കിൽ നിന്ദിതയാണ് നമ്മൾക്ക് വരാനുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരൻ പറഞ്ഞു നമ്മൾക്ക് ഓർമ്മക്കുണ്ട്, ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നിങ്ങൾ നിന്ദരായ ഒരു സമുദായമായിരുന്നു. നിങ്ങളെ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് കൊണ്ട്, ഇസ്ലാം കൊണ്ട് നിങ്ങളെ ഒരുമിപ്പിച്ചു. അല്ല, ഇസ്സത്ത് നൽകി, ഇസ്ലാം കൊണ്ട് നിങ്ങൾക്ക് ഇസ്സത്ത് നൽകി. അള്ളാഹു ഇസ്സത്ത് നൽകിയാലല്ലാതെ, അള്ളാഹു പ്രതാപം നൽകിയാലല്ലാതെ, അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ, അള്ളാഹുവിൻ്റെ പ്രതാപമില്ലാതെ നമ്മൾക്ക് ഇസ്ലാമിൽ ഇസ്സത്ത് വരുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ പൂർണ്ണമായി പുൽകാൻ നമ്മൾക്ക് സാധിക്കണം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ, ഇസ്ലാമല്ലാത്തൊരു മതം അല്ലാഹു സ്വീകരിക്കുകയില്ല, അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ ശൈത്താനിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരല്ലേ. അങ്ങനെ നിങ്ങൾ യഥാർത്ഥമായ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി, വലാ തഹിനു വലാ തഹ്സനു, പേടിക്കേണ്ടതില്ല, നമ്മൾ ദുർബലരാകേണ്ടതില്ല. കാരണം എന്താ? അൻതുമുൽ അഅലൗൻ, ഈ പ്രഖ്യാപനമാണ്. അൻതുമുൽ അഅലൗൻ, നമ്മളാണ് ഉന്നതർ, നമ്മളാണ് ഉന്നതർ. എന്താ കാരണം? ഇൻ കുൻതും മുഅ്മിനീൻ ആമന്നാ വസല്ലംനാ, ഞങ്ങൾ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, മുഅ്മിനാണോ നമ്മളാണ് ഉന്നതർ. അതുകൊണ്ട് പൂർണ്ണ മുഅ്മിനായി മുസ്ലിമാവാൻ നമ്മൾ തയ്യാറാവണം. മുസ്ലിം ഉമ്മത്ത് അതിന് തയ്യാറായി കഴിഞ്ഞാൽ
ഭയപ്പെടേണ്ടതില്ല. വലാ തഹിനു വലാ തഹ്സനു വലാ തഹിനു വലാ തഹ്സനു വബ്ശിറു ബിൽ ജന്ന വബ്ശിറു ബിൽ ജന്ന വബ്ശിറു ബിൽ ജന്ന. ഇത് റബ്ബ് നൽകിയ വാഗ്ദാനമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മുസ്ലിം ഉമ്മത്ത് ഭയപ്പെടേണ്ടവരല്ല, മുസ്ലിം ഉമ്മത്ത് ഭയപ്പെടേണ്ടവരല്ല, പിടിച്ചു നിൽക്കേണ്ടവരാണ്. റബ്ബിങ്കലേക്ക് കരങ്ങൾ ഉയരേണ്ടവരാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടവരാണ്. അൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. പ്രായമായവരോട് കരുണ കാണിക്കുക. നിങ്ങളാണ് ഈ സമുദായത്തിന്റെ ബർക്കത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നസീഹത്തുള്ളവരാകുക നമ്മൾ, ഗുണകാംക്ഷികളാകുക നമ്മൾ. കുട്ടികളെ, നിങ്ങൾ ബഹുമാനിക്കുക, ആദരവ് കാണിക്കുക, അദബ് കാണിക്കുക, സ്നേഹിക്കുക. മുതിർന്നവരെ ബഹുമാനിക്കാൻ നമ്മൾ തയ്യാറാവണം മക്കളെ. അങ്ങനെ ഇഷ്ടപ്പെടുന്ന, സ്നേഹം വാരിക്കൂട്ടുന്ന മക്കളായി നമ്മൾ മാറണം. കൗമാരക്കാരെ, നമ്മളെ പിടിക്കാൻ പലരും കാത്തിരിക്കുകയാണ്, വല വീശിക്കൊണ്ടിരിക്കുകയാണ്. പിടികൊടുക്കരുത്. നമ്മൾ ലഹരി പദാർത്ഥങ്ങളിലേക്കും മറ്റുള്ള നീചവൃത്തികളിലേക്കും അശ്ലീലങ്ങളിലേക്കും പോകാതെ ഞാൻ എൻ്റെ റബ്ബിങ്കലേക്ക് തിരിഞ്ഞുകൊണ്ട് നിൽക്കൂ എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടായിരിക്കണം ഓരോരോ കൗമാരക്കാരും തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം, ബന്ധുമിത്രാദികളെ നിങ്ങൾ അനുസരിക്കണം, കൂട്ടുകുടുംബങ്ങളെ നിങ്ങൾ ചേർന്ന് നിൽക്കണം. ഒറ്റപ്പെട്ടു പോകരുത്. നിങ്ങളെ പിടിച്ചു കുട്ടിലാക്കാൻ പലരുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. യുവാക്കളോട് സ്നേഹപൂർവം, നിങ്ങളാണ് നാടിൻ്റെ നെടുന്തൂണ്, നിങ്ങളാണ് നാടിൻ്റെ അഭിമാനം. നിങ്ങൾ നാടിനെ കാത്തു സൂക്ഷിക്കണം. തീവ്രവാദങ്ങളിലേക്കോ ഭീകരവാദങ്ങളിലേക്കോ അക്രമങ്ങളിലേക്കോ അരാജകത്വങ്ങളിലേക്കോ പോയി നിങ്ങളുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന യുവജനങ്ങൾക്ക് അപമാനമുണ്ടാക്കുന്ന രൂപത്തിൽ തിരിയല്ലേ നമ്മൾ അല്ലാഹുവിലേക്ക് തിരിയുക. യുവാക്കൾ ഒരുമിച്ച് നിന്നാൽ ഏത് പോരാട്ടവും വിജയിക്കുമെന്നാണ് നമ്മൾക്കറിയാമല്ലോ. അതുകൊണ്ട് യുവാക്കളെ, ഒത്തൊരുമയോടുകൂടെ നമ്മൾ അക്രമങ്ങൾക്കും ഭീകരവാദങ്ങൾക്കും തീവ്രവാദങ്ങൾക്കുമെതിരെ ഒറ്റക്കെട്ടായി നമ്മൾ മുന്നേറണം. നന്മ കൽപ്പിക്കുന്നതിൽ നമ്മൾ മുന്നിലുണ്ടാകണം. രക്ഷിതാക്കളോട്, ഉമ്മമാരോട്, ഉപ്പമാരോട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയണം, നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തി, നിങ്ങളോട് ചോദിക്കപ്പെടും, നിങ്ങളാണ് കുടുംബത്തെ നയിക്കേണ്ടവർ എന്നുള്ള ഓർമ്മയുണ്ടാകണം. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഒന്നാകെ ഒരുമിച്ച് നിന്ന് എല്ലാവരും അള്ളാഹുവിലേക്ക് തിരിയുന്ന ഒരവസ്ഥയുണ്ടാകണം. മുസ്ലിം ഉമ്മത്തിനോട് ഒന്നാകെ ഓർമ്മപ്പെടുത്തുന്നതിന് മുമ്പ് എൻ്റെ സഹോദരിമാരോട്, നിങ്ങളെ ചരക്കാക്കാൻ, നിങ്ങളെ അപമാനപ്പെടുത്താൻ, നിങ്ങളെ കളങ്കപ്പെടുത്താൻ ചില ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പുറത്തും അല്ലെങ്കിൽ മര്യാദയില്ലാത്ത ആളുകളും നിങ്ങളെ കാത്തു നിൽക്കുന്നു. നിങ്ങളെ വസ്ത്രമായിരിക്കാം അതിന് കാരണം, നിങ്ങൾ നഗ്നത മറക്കണം. നിങ്ങളെ മറ്റുള്ള കാര്യങ്ങളായിരിക്കാം അതിന് കാരണം. അതിലെല്ലാം അള്ളാഹു ഏൽപ്പിച്ച അമാനത്താണെന്നുള്ള നിലക്ക് നിങ്ങൾ പൂർണ്ണമായി ജാഗ്രതയോടെ പിടിച്ചു നിൽക്കാൻ നമ്മൾക്ക് സാധിക്കണം. നിങ്ങളുടെ വസ്ത്രമാണെങ്കിലും കോലമാണെങ്കിലും തെറ്റില്ലാത്തതായിരിക്കണം, ഷഹാദത്തിന്റെ വസ്ത്രമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. മുസ്ലിം ഉമ്മത്തിനോടൊന്നാകെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിന് നന്ദിയുള്ളവരാകണം, അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കണം. ന്യൂനപക്ഷങ്ങൾക്കെതിരെ വരുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ അതിനൊറ്റക്കെട്ടായി ഐക്യത്തോടെ ഒരുമയോടുകൂടെ മുസ്ലിം ഉമ്മത്ത് ഒന്നായി നിന്ന് പടപൊരുതാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തും അഭിമാനവും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ന്യൂനപക്ഷ ഭീകരവാദങ്ങൾക്കെതിരെ ആര് പടപൊരുതുന്നു, മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചു നിന്ന് ചെറുത്ത് നിൽക്കുക. അതിനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നു, അത് ഉപയോഗപ്പെടുത്തണം. നമ്മൾ ബന്ധങ്ങൾ ഇണക്കിച്ചേർക്കണം. അയൽപ്പക്ക ബന്ധം, കുടുംബ ബന്ധം, മാനസികമായും ശാരീരികമായും രാഷ്ട്രീയമായും രാഷ്ട്രാന്തരീയമായും അതേപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക എല്ലാ മേഖലയിലുള്ള ബന്ധങ്ങളും നമ്മൾ വിളക്കിച്ചേർക്കണം. ഇനി മുസ്ലിം ഉമ്മത്തിനോട് ഈ റമദാൻ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾക്ക് ഒഴിവാക്കാൻ ഒന്നുമില്ല, എല്ലാം തുടരാനുള്ളതാണ്. ചിലത് നമ്മോട് തുടർന്നുകൊണ്ടേയിരിക്കണം. പൂർണ്ണമായി നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിലും
നോമ്പുകാരായി ഇനിയും തുടരാൻ നമ്മൾക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അദ്വമുഹാ വഇൻ ഖല്ല, കുറച്ചാണെങ്കിലും അത് നൈരന്തര്യത്തോടുകൂടെ കൊണ്ടുപോകാൻ സാധിക്കണം. നോമ്പും നമസ്കാരവും അവസാനിച്ചിട്ടില്ല, പള്ളികൾ പൂട്ടിയിട്ടില്ല. പള്ളിയിലേക്ക് ജമാഅത്തിന് പ്രകാരമാണോ നമ്മൾ റമദാനിൽ പോയത്, അതുപോലെ പോകാൻ നമ്മൾക്ക് കഴിയണം. തഖ്വ, സൂക്ഷ്മതാബോധം റമദാനിൽ എത്രത്തോളം നമ്മൾ കൈവരിച്ചിട്ടുണ്ടോ അതിനെ തുടർത്തി കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കണം. ഈ തഖ്വ എന്ന് പറഞ്ഞാൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അറബിയെന്നോ അനർബിയെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, അല്ലാഹു പരിഗണിക്കുന്നത് തഖ്വയാണ് എന്ന ബോധം വേണം. അത്താഴത്തിന് സെറ്റ് ചെയ്ത് ചില അലാറങ്ങൾ ഉണ്ടായിരുന്നു. ആ അലാറങ്ങൾ ഇനി ഓഫാക്കല്ലേ. നമ്മൾ നമസ്കാരങ്ങൾ അങ്ങോട്ട് മാറ്റി രാത്രി നമസ്കാരങ്ങളെ ജീവിപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഖുർആൻ പാരായണങ്ങൾ ഖുർആൻ അടച്ചു വെക്കാതെ നിർത്തിവെച്ച് അതിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും തൗബയും ഇനിയും തുടരണം. നന്മ ചെയ്ത് തിന്മയില്ലാത്തൊരു ജീവിതം കാഴ്ചവെക്കാൻ നമ്മൾക്ക് സാധിക്കണം. എന്നിട്ട് നന്മയിൽ മുന്നേറാൻ ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറുന്ന ആളുകളായി നമ്മൾ മുന്നേറണം. ഇസ്തിഗ്ഫാറിലേക്ക് ഓടിച്ചെല്ലണം നമ്മൾ, സ്വർഗത്തിലേക്ക് ഓടിച്ചെല്ലണം നമ്മൾ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ മുന്നേറുക. ഈദിന്റെ ദിവസത്തിൽ നമ്മൾ ഓർക്കേണ്ടത് പെരുന്നാൾ ആഘോഷത്തിനുള്ളതാണ്. ഇസ്ലാമിക മാനങ്ങൾ മറക്കരുത്. നമ്മൾ ഇസ്ലാമിൻ്റെ ചട്ടക്കൂടി നിന്നുകൊണ്ടുള്ള ഈദ് ആഘോഷങ്ങളായിരിക്കണം നമ്മൾക്കുണ്ടാവേണ്ടത്. ഹറാമുകൾ അതിൽ കൂടിക്കലരുത്. നമസ്കാരം ഒഴിവാക്കാതെ ഫർള് നമസ്കാരങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ച് നമ്മൾ ഈ ഈദ് ആഘോഷത്തെ നമ്മൾ ഇബാദത്താക്കി മാറ്റണം. മറ്റൊരു വഴിയിലൂടെ പോകുന്ന വഴിയിലൂടെയല്ല, മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോകാൻ നമ്മൾക്ക് കഴിയണം. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറഞ്ഞ് പരസ്പരം പ്രാർത്ഥനകൾ കൈമാറാൻ നമ്മൾക്ക് സാധിക്കണം. സലാം കൊടുത്ത് പരസ്പരം സമാധാനവും കാരുണ്യവും കൈമാറാൻ നമ്മൾക്ക് സാധിക്കണം. പരസ്പരം ബർക്കത്തുകൾ കൈമാറാൻ നമ്മൾക്ക് സാധിക്കണം. പരസ്പരം സമ്മാനങ്ങൾ കൊടുത്ത് അവരുടെ ഹൃദയം പിടിച്ചു വാങ്ങാൻ, സ്നേഹം വാങ്ങാൻ നമ്മൾക്ക് സാധിക്കണം. ഇല്ല, നമ്മൾ മറക്കാതിരിക്കാൻ രോഗികളായ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പലരും വീട്ടിലാണ്, വരാൻ ആഗ്രഹമുണ്ട് അവർക്ക്. പക്ഷേ അവർക്ക് ഈ ഈദ്ഗാഹിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിട്ടും എത്താൻ കഴിയാത്തവരാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായ ആളുകളുണ്ട്. നമ്മുടെ ഉമ്മമാരുണ്ടായിരുന്നു, നമ്മുടെ ഉപ്പമാരുണ്ടായിരുന്നു, നമ്മുടെ സഹോദരങ്ങളുണ്ടായിരുന്നു. അവർക്കൊന്നും ഈദായിൽ പങ്കെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ മുസ്ലിം ഉമ്മത്ത് മർദ്ദനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നമ്മുടെ കരങ്ങൾ സദാസമയവും അല്ലാഹുവിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കണം. പടച്ചറപ്പേ, അവർക്ക് നീ വിജയവും ക്ഷമയും സ്ഥാനവും നൽകി അനുഗ്രഹിക്കണം എന്ന് നമ്മൾ സദാസമയവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഫലസ്തീനിലെ മക്കളെ അവസ്ഥ നമ്മൾക്കറിയാം. മുസ്ലിം ഉമ്മത്തിൻ്റെ പല ദിക്കുകളിൽ ആളുകളുടെ അവസ്ഥകൾ നമ്മൾക്കറിയാം. അതുകൊണ്ട് ആ മുസ്ലിം ഉമ്മത്തിനെ ഓർക്കാതെ, ആ പിഞ്ചു മക്കളെ ഓർക്കാതെ നമ്മൾക്ക് പെരുന്നാളില്ല സഹോദരന്മാരെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മൾക്ക് പെരുന്നാളില്ല സഹോദരന്മാരെ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. വിജയം നൽകണേ റഹ്മാനേ, അല്ലാഹുവേ അവർക്ക് നീ വിജയം നൽകണേ റഹ്മാനേ. അവർക്ക് നീ ക്ഷമയും ഐശ്വര്യവും നൽകണേ റഹ്മാനേ. അവസാനമായി എല്ലാവരോടും ഈദിൻ്റെ സ്വതക്ക നമ്മൾ മറക്കരുത്. അതിനേറെ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരിമാരെ, നമ്മൾ ഓർക്കണം, നമ്മൾ കൊടുത്ത സ്വതക്കയുടെ പ്രതിഫലം നമ്മൾക്കുള്ളതാണ്. അതുകൊണ്ട് ഈദ് ദിനത്തിൽ സ്വതക്കയെ വർദ്ധിപ്പിക്കാൻ, ഉള്ളത് നൽകാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവണം. അവസാനമായി ഇനി നമ്മൾക്ക് തുടരാനുള്ളത് മൻ സാമ റമദാന സുമ്മ അത്ബഅഹു സിത്തും മിൻ ശവ്വാൽ, ശവ്വാലിൽ 6 നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ, റമദാനിലെ നോമ്പിന്റെ ശേഷം ശവ്വാലിൽ 6 നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ കാന കസിയാമി ദഹർ,
കാലം നോമ്പനുഷ്ഠിച്ചതിന് തുല്യമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ നൈരന്തര്യം, അതിൻ്റെ തുടർച്ച നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ട്. അള്ളാഹുവെ അവർ രോഗനിശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കൾ, കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ അവർക്ക് നീ വിജയം നൽകുകയും മഗ്ഫിറത്ത് നൽകുകയും ചെയ്യുന്ന റഹ്മാനെ. പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. പടച്ച റബ്ബേ, അവരുടെ പ്രയാസം ദൂരീകരിച്ച് യഥാർത്ഥമായ നല്ല ശിഫ, നല്ല ഒരു കാരുണ്യം, നല്ലൊരു റഹ്മത്ത് അവർക്ക് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവെ, ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ, നിന്റെ മഴയായ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും, ഭീകരവാദ തീവ്രവാദങ്ങളിൽ നിന്നും, ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന് നീ അഭിമാനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വിജയം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. കാടത്തമുള്ള ഭീകരരായ നേതാക്കളുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിനെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. പടച്ച റബ്ബേ, അവർക്കെന്ത് പ്രയാസമാണോ, അവർക്കെന്ത് കാര്യങ്ങളാണോ അത് നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. കടം നീ ദൂരീകരിക്കണം റഹ്മാനെ. അള്ളാഹുവെ, മുസ്ലിം ഉമ്മത്ത് പ്രയാസപ്പെടുന്നു. വീണ്ടും വീണ്ടും അള്ളാഹുവെ നിന്നോട് ചോദിക്കുന്നു, നീ രക്ഷയും സമാധാനവും സുഖവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നിരിക്കാൻ, ഒന്നൊരുമിച്ച് ചേരാൻ ഈ അവസരം നൽകിയ ഈ സ്ഥലത്തിൻ്റെ ആളുകളുണ്ട്. അള്ളാഹുവെ, അവർക്ക് നീ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, അവർക്ക് നീ ധാരാളം പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് സ്വതക്ക നൽകിയ ആളുകളുണ്ട്, സക്കാത്ത് നൽകിയ ആളുകളുണ്ട്, ഞങ്ങളോട് നല്ലത് പറഞ്ഞ ആളുകളുണ്ട്, ഒരു പുഞ്ചിരി തന്ന് സഹകരിച്ച ആളുകളുണ്ട്, സ്വതക്ക നൽകിയ ആളുകളുണ്ട്. അള്ളാഹുവെ, അവർക്കെല്ലാവർക്കും നീ അതിൻ്റെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. اللهم دمر أعداءك أعداء الدين، اللهم دمر أعداءك أعداء الدين، اللهم دمر أعداءك أعداء الدين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين برحمتك يا أرحم الراحمين والحمد لله رب العالمين. تقبل الله منا ومنكم. എല്ലാവർക്കും ഈദ് ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.